അസ്സലാമു അലൈക്കും ചെങ്ങന്മാരെ. ഞാൻ നിങ്ങളെ സ്വന്തം ഹോസ്റ്റലിലാണ്. സുബൈക്ക് നീറ്റ് കഴിഞ്ഞാൽ മിക്കവാറും ചില ദിവസങ്ങളിൽ ഉറങ്ങില്ല. ചിലപ്പോൾ ഉറങ്ങും. ഉറങ്ങാതിരിക്കുന്ന എൻ്റെ റീസൺ എന്തുകൊണ്ട് റീസണാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കാലമായിട്ട് എടുക്കുക വിചാരിച്ചു പ്രോഗ്രാം ഉണ്ടാവും. 7 മണി കൊണ്ട് കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങി. നേരെ മെസ്സിക്ക്. സംഗതി എന്താണെന്ന് അറിയോ? വന്ന് നോക്കുമ്പോൾ കോപ്പണാവണുള്ളൂ. ഓപ്പണാക്കുന്നില്ലല്ലോ. കൂടെ നല്ല മസാല ദോശ ഇട്ടു രാവിലെ നീറ്റായിട്ട്. പിന്നെ ഇതാക്കറി ഉണ്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ചട്നി ആൻഡ് സാമ്പാർ 3 കിട്ടും. ഇതല്ല ചൂടോട് തിന്നാൻ വേണ്ടി ഞാൻ രാവിലെ നീക്കണത്. സ്വതവേ ഞാൻ നീക്കണതിനൊന്നും ആരും ഉണ്ടാവലൊന്നുമില്ല. ഒരു ഗ്യാങ് ഉണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ല. സത്യം പറഞ്ഞാലും ഇവിടെ ഒന്നും ആരും ഇല്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റഡി ലീവാണ്, പഠിക്കുന്ന ടൈം. അതിനോണ്ടാണ് തോന്നുന്നൊരു ടീം വന്നിട്ടുണ്ട്. നേരത്തെ നീക്കുക, ഇത് തിന്നുക, എന്നിട്ട് ഒരു ഉറക്കം. അത് മസ്റ്റാണ്. ചില സമയത്ത് മസാല ദോശ ശാമ്പോ എന്തെങ്കിലും ഒരുമാതിരി ടേസ്റ്റും ചിലപ്പോൾ ഉപ്പ് കൂടുതലൊക്കെ ആയിരിക്കാം. ബട്ട് മിക്കവാറും ടൈമിൽ അടിപൊളിയായിട്ടും ഇന്ന് ഓക്കെയാണ്, തിരക്കടില്ല. ഞാൻ ഓരോന്നാരും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെയാണാകും. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടാമതും പോയി എടുക്കും സാധനം. സാമ്പാർ കുറച്ച് മുഞ്ചലാണ്, എന്നാലും ഓക്കെ. അപ്പോൾ എടുത്തൊരു 3-4 അത്ര തന്നെ ദോശ ഫുള്ള് തിന്നു. ഈ നേരെ റൂമിക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നെന്തോ രണ്ടാമത് ഈ എടുത്തില്ല കാര്യം ആയി പറയും. അപ്പോൾ എന്തോ എനിക്ക് ഗ്യാസ് ഒന്നും തോന്നി. ഇവിടുത്തെ നല്ല ഫുഡൊക്കെയാണ്, ഞായറാഴ്ച മാത്രം കേട്ടോ അത്യാവശ്യം. പക്ഷേ ഗ്യാസാണ് ചിലപ്പോഴും. രാവിലത്തതിൻ്റെ ഉറക്കത്തിന് ശേഷം ഫുഡ് എടുക്കാൻ പോകും. നല്ല ഉറക്കം പറയും ചില മാത്രം. ഫുഡ് എടുക്കാൻ പോയിട്ട് ബിരിയാണിയാണ് എന്താവേ അറിയില്ല. നോക്കട്ടെ എടുത്തോട്ടെ. നമ്മൾ ബിരിയാണി എടുത്ത് ബസ്സിൽ നിന്ന് നടന്നുകൊടുക്കുക. ബിരിയാണി ഇതാണ് ഇന്നത്തെ ബിരിയാണി. ഇതാണ് ഇവിടുത്തെ കോഴി. ഓക്കെ, നമുക്ക് വേറെ കോഴി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്നാലും ഹായ് ചേട്ടാ. നമ്മളിങ്ങനെ വെറുതെ അങ്ങനെ നടന്നാലും ആരെങ്കിലൊക്കെ ഫ്രണ്ട്സിനെ അങ്ങനെ കിട്ടും, അതാ രസം. അപ്പം നമ്മളിത് കഴിക്കാൻ റൂമൊക്കെ നമ്മളെടുത്ത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം, റൂമൊക്കെ കൊടുക്കാം. അവിടെ ആണെങ്കിൽ കള 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 പറഞ്ഞിട്ട് കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ മാതിരി സൗണ്ടാ. അപ്പോൾ നമ്മൾ റൂമൊക്കെ വന്ന് കഴിക്കും. ഫുഡിത്തെ റൂമിലെത്തിയിട്ട് ലൈറ്റിങ് ഓണായല്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കോയി. എന്താ പറയുക, ഇതിനെന്താ പേര് പറയാം? ഇവനാരെങ്കിൽ ഹോസ്റ്റലിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അല്ലേ? ഹോസ്റ്റലിൻ്റെ ഫസ്റ്റ് വീഡിയോ 11K കയറിയിട്ടുണ്ട്. അതിലെ വോയിസ് കൊടുത്ത ഒരേ ഒരു മുതലിതാ. ആരെങ്കിൽ 11K ആണ് ഫസ്റ്റ് വീഡിയോ ഹോസ്റ്റലിന്. മറ്റേത് 7K സെക്കൻഡ് വീഡിയോ. അതിൽ ഫസ്റ്റ് വീഡിയോയിൽ ഇവനാണ് കൂടുതൽ വോയിസ് കൊടുത്തത്. ഫുഡ് ചെയ്യട്ടെ. ഉച്ചക്കത്തെ ഫുഡും കാര്യം കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞിട്ടോ. സത്യം പറയാം, ഉറക്കം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൻ കിടക്കണുണ്ട് അവിടെ. പുറത്തേക്ക് ഇറങ്ങിക്കാണ്. 3 ദിവസത്തിന് ശേഷം, ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്ന. അപ്പോൾ ഒന്നുമില്ല, പ്രിൻ്റ് എടുക്കാൻ, ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാൻ കടയിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് കണ്ടോ പ്രിൻ്റ് എടുക്കാൻ കച്ചവടമാക്കി പറ്റി. 10 രൂപ വാങ്ങിച്ചു ഓരോരുത്തർക്ക്. എന്താ സംഗതി? എന്താ ലോന്തറി ഹേ പൈസ. ഇവിടെ വേറെ റൂമാണ് ലോണ്ടറിൻ്റെ, അവിടെ നിന്ന് എടുക്കുന്ന. അപ്പം നമ്മളുടെ ഏകദേശം ഒരു ഉണ്ടാവും 10-15 ആൾക്കാരെ പ്രിൻ്റിൽ ഏതാണ്ട് തോന്നുന്നുണ്ട്. അത് കുറേ ആൾക്കാരെ പ്രിൻ്റ് ചെയ്താലും കിട്ടിയിട്ടുണ്ട്. ഒരു പ്രിൻ്റിന് 4 രൂപ. ഇവിടെ കടയിൽ 4 രൂപ, നമ്മൾ 10 രൂപ വാങ്ങി. ദിസ് ഈസ് എ ബിസിനസ്. മംഗലാപുരത്ത് വിഷയം നമുക്ക് അറിയുന്നുണ്ട് വിചാരിക്കുന്നു. ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് കുറച്ചൊക്കെ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയത്. നമ്മളൊന്നും പുറത്ത് കൂടില്ല. നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ മെസ്സേജ് സംഗതി വന്നിരുന്നത് ഇങ്ങനെ ഇറങ്ങിയിട്ട് 6-ാം തീയതി വരെ എങ്ങനെ ഉണ്ട് പറയും. പക്ഷെ നമ്മൾ എക്സാം ഒന്നും മാറ്റി വെച്ചില്ല. എല്ലാ നോട്ടിഫിക്കേഷൻ സംഗതി രാവിലെ തന്നെ അയച്ചെങ്കിലും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല, മാറ്റി വെക്കില്ല. അപ്പം
ഇപ്പോഴും ഉണ്ട്. അതിന് പ്രിന്റ് എടുക്കാൻ പോയത് അറ്റം പറഞ്ഞ 10 രൂപ എല്ലാവരും പൈസ കളക്ട് ചെയ്യണം. ബിസിനസ് എന്താ അല്ലേ 10 രൂപ പെർ പേഴ്സൺ, പക്ഷെ 4 രൂപ അവിടെ കടയിലാവും. സത്യം പറഞ്ഞാൽ ഇതിന് പൈസ ഒന്നും വാങ്ങില്ല. അപ്പോൾ പൈസക്ക് വേണ്ടി ഇത് സ്കെയിലും ക്ലോസ് ബുക്കും ഉണ്ടാവും. ഇതും അതിൻ്റെ അടുക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങിക്കൂടെ, നേരി ഇറങ്ങുന്നില്ലല്ലോ. കൂടി കൂടി പോകണമല്ലോ. ഒരു ജീവി ഉണ്ടോ ഉണ്ടെങ്കിൽ വരേണ്ടതാണ്. ഈ സാധനം കൈപ്പറ്റി എനിക്ക് പൈസ തരേണ്ടതാണ് പ്രത്യേകം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഞാൻ അടുത്തതും ആയിട്ട് റൂമിൽ ചെന്നുണ്ട്. എവിടെ ഗൈസ്? എൻ്റെ ചെങ്ങന്മാർ ഇവിടെ ഉണ്ട്. ഇതാ വന്നു ഞാൻ. ഇതാരതൊക്കെ ഉണ്ട് ഒന്ന് കൈപ്പറ്റിക്കേ. ഓരോരുത്തരും എടുത്തിട്ട് പൈസ അയച്ചു തരിക. ഒന്നിന് 10 രൂപ. എല്ലാവരും വരും, നീ അടക്കം വ്ളോഗ് വരും. ഇവിടെ നിന്നെ കാണുന്നില്ലല്ലോ. ഇവിടെ നീ അവിടെ ഉണ്ടല്ലേ, പറയണ്ടേ? ഷേ എവിടെ ബാക്കിയുള്ള ടീംസ് എവിടെ? ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് വരുന്നത്? അല്ലോ ഇത് ഞാൻ ഇവിടെ ബാക്ക് എടുക്കേണ്ടി വരും. ഉറങ്ങിക്കോട്ടെ. ഇല്ല, നമ്മള് പിന്നെയും പുറത്തു പോയിട്ട് സാധനം കുറച്ച് പേപ്പർ ഉണ്ടോ? ഈ പേപ്പർ പിന്നെ എടുക്കാമെന്ന് വന്നതാണ്. പിന്നെ എടുക്കാൻ വന്നു, നമ്മൾ പോയി എടുത്തു. പിന്നെ ഇതാ കുറച്ച് സ്റ്റോക്ക് ഇറങ്ങി. ആ സ്റ്റോക്ക് ഒന്ന് അറിയിച്ചേ, എല്ലാവരും കാണിക്കണം നമ്മളെ യൂട്യൂബിൽ സ്റ്റോക്ക്. ഇവരെ കാണിച്ചാലോ? അങ്ങനെ യൂട്യൂബിൽ എടുത്താലോ? ഇതാണ് നമ്മളപ്പോൾ വന്ന ചെക്കൻ. അങ്ങനെ യൂട്യൂബിൽ എടുത്താലോ? അവിടെ കയറിയാൽ മതി, അപ്പം വിളിയും ഒച്ചം വിളിയൊക്കെ. ഇപ്പോൾ നമ്മുടെ റൂമിൽ പോവാണ്. സാധനം ഒരു ഹെൽമെറ്റ്, ഈ 2ാമത്തെ ഹെൽമെറ്റ് കണ്ടോ, ഫില്ലക്കടേ ഇത് കൊണ്ടുപോയിട്ട് സ്റ്റോർ ഇടും. എക്സാമിനൊക്കെ തിന്നാൻ നല്ല ബെസ്റ്റ് ആയിരിക്കും. ഓപ്പൺ ആക്കിയേ. റൂമിലെത്തിയിട്ടുണ്ടായതായാലും ഇത് രാത്രിത്തെ ഫുഡ് സംഗതി. ഇതെന്താ? ഇത് അച്ചാർ കേട്ടോ, ഇതെൻ്റെ ഉമ്മാൻ്റെ അച്ചാർ, ഇറച്ചി അച്ചാറാണ്. ഇത് കഴിഞ്ഞ് ഏകദേശം സംഗതി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ അവിടെ ഇതാ മെല്ലനെ കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കണ്ട. അപ്പോൾ മെല്ലനെ കഴിക്കണം. കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഏകദേശം ഒരുത്ത കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്നും ഉണ്ടാതിരിക്കാം. മനുഷ്യ വീഡിയോ എടുക്കണം. കണ്ടൂടെ? കാണല്ലേ? അന്നും കേട്ടോ. ആ PDF ആണ്. എല്ലാ PDF അയച്ചാ. എൻ്റെ അടുത്ത് എന്തൊക്കെ PDF ഉണ്ട്? കുറേ PDF ഉണ്ട്. അതൊന്നും വെച്ചില്ല, ഇത് മാത്രം അയച്ചു. ഓക്കെ, പഠിക്കേ. ഓ ചെങ്ങന്മാരെ, ഇതാണ് എൻ്റെ സൺഡേ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ സംഗതി. നമ്മൾ 2 ദിവസം പുറത്തു പോയി. നമ്മൾ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. 3ാമത്തെ ദിവസം ആയതുകൊണ്ടൊന്നും അല്ലാതെ വിഷയമൊന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ എല്ലാവരും ഏകദേശം ചാഞ്ഞ് ഇതായി തന്നെ. ഇവിടെ ഒരാളെ സ്ഥിരമുണ്ട്, ഒരാളിതാ മുകളിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ നാളെ പരീക്ഷ. നാളെ വെച്ചാൽ ഇന്ന് തന്നെ ആയി. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ആയി. ഇപ്പം നമ്മൾ പാട്ടുകാരനെ കാണിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വീഡിയോ. ഹലോ പാട്ടുകാരാ, ഹലോ. ഓക്കെ, പഠിക്കണം, സോറി. അപ്പം നമ്മളെ ഈ സൺഡേത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ആക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ സൺഡേ വിശേഷങ്ങൾ. ഏതല്ലേ ഡാൻസൊക്കെ. അപ്പം എല്ലാവരും അവനവൻ്റെ വർക്കില്ല. നമ്മൾ പോയി കിടന്നുറങ്ങട്ടെ. ബൈ ഗൈസ്. ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ.